ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. സോ എസ് ബി ഐ ക്ലർക്കിന് ഇനി ഓൾമോസ്റ്റ് 1 മന്ത് അടുത്താണ് ടൈം ഉള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ പ്രിലിംസ് ഒക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. അതുകൊണ്ട് എനിക്ക് നേരത്തെയൊക്കെ കിട്ടി, അതുകൊണ്ട് ഇതും കിട്ടും എന്നുള്ള രീതിയിൽ ഫ്രീ മൈൻഡോടെ നടന്ന് ഇനി മെയിൻസിനുള്ള സ്ട്രാറ്റജി പറയൂ എന്നുള്ള ഒരു രീതിയിൽ നടക്കുന്നവരും കാണും. അതുപോലെ തന്നെ എനിക്ക് പ്രിലിംസ് ഒന്നും ക്ലിയർ ആവുന്നില്ല, എത്ര പ്രിലിംസ് എഴുതിയിട്ടും പാസ് ആവാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരും കാണും. ഓക്കെ, ഇത് ഇത്ര ഈസി ആയിട്ട് കാണേണ്ട കാര്യമുള്ള ഒരു എക്സാം അല്ല. എസ് ബി ഐ എന്ന് പറയുന്നത് ക്ലർക്ക് ലെവൽ എക്സാംസിൽ ഏറ്റവും ഡിഫിക്കൽറ്റി ലെവൽ ഉള്ള ഒരു എക്സാമാണ് എസ് ബി ഐ എന്ന് പറയുന്നത്, ആർ ആർ ബിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു പ്രാക്ടീസ് തന്നെ ആവശ്യമുണ്ട്. സോ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഇയറിൽ നിന്നും ഈ ഇയറിൽ എനിക്ക് എന്തുമാത്രം ഡിഫറൻസ് വന്നു എന്നുള്ളത് ഞാനൊരു മോക്ക് കമ്പാരിസൺ വെച്ചിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ എൻ്റെ ആക്യുറസിയും പേഴ്സൻറ്റൈലും കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2023 ഞാൻ എസ് ബി ഐ ക്ലർക്കിൻ്റെ മോക്ക് ചെയ്തതാണ്. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ എസ് ബി ഐക്ക് എന്നല്ല, ലാസ്റ്റ് ഇയറിൽ എസ് ബി ഐക്ക് ഒക്കെ എനിക്ക് ഈ ഇതിലെ മോക്കൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഗൈഡ്ലിയുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ എക്സാംസിനേക്കാൾ കുറച്ചും കൂടി ഹൈ ലെവലാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതുപോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള മോക്കുകൾ. സോ പ്രാക്ടീസിൻ്റെ ടൈമിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്കുകൾ ചെയ്ത് നോക്കണം. ആൻഡ് എക്സാമിനോട് അടുത്ത ടൈമിൽ കുറച്ച് ഈസി ആയിട്ടുള്ള മോക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവുന്നത്. ഓക്കെ, ഇതെൻ്റെ 2023 ഞാൻ എസ് ബി ഐയുടെ മോക്ക് ഗൈഡ് ലൈൻ എടുത്തിട്ടുള്ള മോക്കാണിത്. ഇതിൽ നോക്കൂ, എൻ്റെ സ്കോഴ്സ് എന്നൊക്കെ പറയുന്നത് 47, ദെൻ ആക്യുറസി എന്ന് പറയുന്നത് 78, പിന്നെ ഇൻകറക്റ്റ് ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു, 14 ഇൻകറക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു എക്സാമിന് 52 ആയിരുന്നു സ്കോർ വന്നത്. അതുപോലെ തന്നെ 14 ഇൻകറക്റ്റ് വന്നിരുന്നു, 80 ആക്യുറസി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. ഇതെന്ന് പറയുന്നത് എൻ്റെ 2025 വേണ്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് മോക്കാണ്. ഞാൻ ആക്ച്വലി NAACL അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മോക്കൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എസ് ബി ഐ ക്ലർക്കിൻ്റെ ഒരു മോക്കേ ആകെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് മോക്കാണ് എസ് ബി ഐക്ക് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ സ്കോഴ്സ് ഞാൻ കാണിക്കാം. ലുക്ക്, എനിക്ക് 84 ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, 74 കറക്റ്റായി. അതിൽ 74 മാർക്സാണ് എനിക്ക് കിട്ടിയത്. 84 അറ്റംപ്റ്റ് ചെയ്തു, 76 ആണ് കറക്റ്റ് ആയത്. 8 റോങ്ങേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നെഗറ്റീവ് മീൻസ് റോങ് ആവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കുറഞ്ഞു. ആൻഡ് എനിക്ക് ആക്യുറസി 90% ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 89 അടുത്ത് പേഴ്സൻറ്റൈലും വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇംഗ്ലീഷിലാണെങ്കിലും നെഗറ്റീവ്സ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ന്യൂമറിക്കിൽ എനിക്ക് നെഗറ്റീവ് വന്നില്ല, ബട്ട് റീസണിങ്ങിൽ എനിക്കൊരു തെറ്റ് പറ്റി. കുറച്ചൊരു ക്വസ്റ്റ്യനിൽ വെച്ച് സ്റ്റക്ക് ആയതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചത് ഷോ ഓഫിന് വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് എനിക്കൊരു ലാസ്റ്റ് ഇയറിൽ നിന്നുണ്ടായ ഒരു ഡിഫറൻസ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ NIACL അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് ചെയ്തു. അതിൽ എൻ്റെ മാർക്സ് എന്ന് പറയുന്നത് ഇതുപോലെ 88 അറ്റംപ്റ്റ് ചെയ്തപ്പോൾ 81 കറക്റ്റായി. ആക്യുറസിയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മോക്ക് ചെയ്താൽ മാത്രം പോരാ. ഓക്കെ, നമ്മളോട് തന്നെയുള്ളൊരു ഈഗോ തീർക്കലാവരുത് ഒരിക്കലും മോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോഴാണ് SBI ക്ലർക്കിൻ്റെ മോക്ക് ചെയ്തത്. അത് ചെയ്തപ്പോൾ എനിക്ക് റീസണിങ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാരണം ആ ഒരു 5 ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് അത് എനിക്ക് സോൾവ് ചെയ്ത് കിട്ടിയായിരുന്നു. ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ ബേസ്ഡ് പസിലായിരുന്നു. അത് ഈസി ആയിട്ട് എനിക്ക് സോൾവ് ചെയ്ത് കിട്ടി, ബട്ട് എനിക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ടൈം ഔട്ട് ആയിപ്പോയി. സോ അതുകൊണ്ട് എന്നാൽ നെക്സ്റ്റ് മോക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് പറ്റും. അങ്ങനെയുള്ള അടുത്തത് ചെയ്യാം, ഇതിന് 74 കിട്ടിയുള്ളൂ, അടുത്തത് ചെയ്യുമ്പോൾ അതും കൂടെ നോക്കി 75 കിട്ടിയാലോ എന്നും പറഞ്ഞ് ഒരിക്കലും അടുത്തതിനെ മേടിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മൈൻഡിനോട് തന്നെയുള്ളൊരു ഈഗോ ആവരുത് ഒരിക്കലും മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്.
ഒരു മോക്ക് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അനലൈസും ചെയ്യണം. അതേതാണെങ്കിലും ഇംഗ്ലീഷ്, റീസണിങ്, ക്വാൺസ് ഏത് സെക്ഷൻ ആണെങ്കിൽ പോലും അത് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യണം. അനാലിസിസ് ചെയ്താൽ മാത്രമേ എവിടെയാണ് തെറ്റിയത്, ആ ഒരു എക്സാം സ്ട്രെസ്സിലിരിക്കുമ്പോൾ എവിടെയാണ് തെറ്റിയത്, നമുക്ക് ചിലപ്പോൾ ആ ഒരു പോയിന്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ വായിച്ചത് തെറ്റിയത് കൊണ്ട് ആയിരിക്കാം ആ ഒരു ഇത് കിട്ടാതെ വന്നത്. ഓക്കെ, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അനാലിസിസ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ഇപ്പോൾ റീസണിങ് ആണെങ്കിൽ പോലും ഇപ്പോൾ പസിലാണ് ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം, തന്നെ ചെയ്ത് നോക്കണം. ആൻസർ കീ നോക്കുന്നതിന് മുൻപ് തന്നെ അത് എന്ത് ചെയ്ത് നോക്കണം, തന്നെ ചെയ്ത് നോക്കണം. ഇപ്പോൾ ആദ്യം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള മോക്ക് അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അവൈലബിൾ ആയിരിക്കും. ആ ഒരു മോക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മളുടെ വീക്ക്നെസ് ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, ആ വീക്ക്നെസ്സിനെ വേണം എന്ത് ചെയ്യാൻ, റെക്ടിഫൈ ചെയ്ത് വരാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ലാസ്റ്റ് ഇയർ ഒക്കെ എൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ വീക്ക് സെക്ഷൻ. അപ്പോൾ ക്വാൺസും അത്യാവശ്യം ചെയ്യുന്നത് എനിക്ക് സ്കോർ ചെയ്ത് 100% ആക്യുറസി കിട്ടും. ബട്ട് ഇംഗ്ലീഷിലായിരുന്നു ഒത്തിരി നെഗറ്റീവ്, മീൻസ് ഒരു 8-10 നെഗറ്റീവ് വരെയൊക്കെ ഞാൻ മേടിക്കുമായിരുന്നു. സോ റീസണിങ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു പ്രിലിംസിൻ്റെ കേസിൽ. സോ അതുകൊണ്ട് തന്നെ ഏതാണോ നമ്മുടെ വീക്ക് സെക്ഷൻ അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ക്വാൺസിലാണെങ്കിൽ പോലും വീക്ക് ഏരിയാസ് കാണും. ആ വീക്ക് ഏരിയാസിനെ എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ഇപ്പോൾ റീസണിങ്ങിലൊക്കെ എനിക്ക് സിലോജിസം ഒക്കെ ഭയങ്കരമായിട്ട് ടഫായിരുന്നു. അപ്പോൾ സിലോജിസത്തിനൊക്കെ ഒരു 25 സെക്കൻഡ് അതിൽ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മളുടെ വീക്ക് പോയിന്റ്സ് ആണ്. ഓക്കെ, അരിത്തമെറ്റിക് ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ക്ലർക്കിൻ്റെ കേസൊക്കെ ആയതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക്കിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മീൻസ് സ്പീഡ് മാത്സും അതുപോലെ തന്നെ DIs ഒക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ ഒരു 20+ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും സ്കോർ ചെയ്തെങ്കിലും ഇംഗ്ലീഷും റീസണിങ്ങും, അപ്പോൾ ഇംഗ്ലീഷിനൊരു 25 അടുത്തും അതുപോലെ തന്നെ റീസണിങ് ഫുള്ളും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും പ്രിലിംസ്. കാരണം ഇത്തവണ വേക്കൻസീസും കൂടുതലായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഒരു 76 എടുത്തായിരുന്നു. സോ അതിനേക്കാൾ കുറയാനുള്ള ചാൻസസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ, എൻ്റെ പേഴ്സൻറ്റേജ് ഞാൻ കാണിച്ചു, കഴിഞ്ഞ വർഷത്തെ ഒരു ഡിഫറൻസ് തന്നെ ഞാൻ കാണിച്ചു. ഓക്കെ, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഏത് വീക്ക് സെക്ഷൻ ഏതാണോ അതിനെ കൂടുതൽ പഠിക്കുക. ഇപ്പോൾ പസിൽസ് ഒക്കെയാണ്. ഇപ്പോൾ ക്ലർക്കിൻ്റെ കേസിലൊക്കെ ഒരു പസിലിന് 2 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല. പ്രിലിംസിൻ്റെ പസിൽസ് ഒക്കെ ആകുമ്പോൾ ഒരു 1.5 മിനിറ്റ് കൊണ്ടൊക്കെ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എൻ്റെ സമയം ഇവിടാണ്. ഇപ്പോൾ ഒരു മോക്ക് എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, സൊല്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ടൈം നമ്മളെ കാണിക്കും. നമ്മൾ നോക്ക്, ഈ ഒരു പസിലിന് ഞാൻ 2 minutes 33 സെക്കൻഡ് എടുത്തു. അതെന്ന് പറയുന്നത് ഓവറാണ്. ഓക്കെ, അത്രയും ടൈം എടുക്കാൻ പാടില്ല. ഇതിന് നോക്കൂ, ഇതിന് ഞാൻ 17 സെക്കൻഡ് കൊണ്ട് ചെയ്തു. ദെൻ വേറൊരു പസിൽ എടുക്കുകയാണെങ്കിൽ 1 മിനിറ്റും 9 സെക്കൻഡ്സും ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വേറൊരു പസിലിന് അതൊരു സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. വേറൊരു പസിലിന് 2 മിനിറ്റ്, അത് എക്സസ് ആണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും, അത് സ്വാഭാവികമാണ്. എന്നാൽ പോലും ഓരോ ക്വസ്റ്റ്യൻസിനും ടൈം ബൗണ്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, അതിന് ആദ്യമേ ഇപ്പോൾ എന്താണ് ലോങ് മോക്ക് തന്നെ ചെയ്ത് നോക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ചെയ്ത് നോക്കുമ്പോൾ ആദ്യം മിനി മോക്സ് ഒക്കെ പ്രാക്ടീസ് മോക്കിലൊക്കെ ആണെങ്കിലും ഫ്രീ ആയിട്ട് മിനി മോക്സ് അവൈലബിൾ ആണ്. ആ മിനി മോക്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് പ്രിലിംസ് ലെവലും മെയിൻസ് ലെവലും കിട്ടും. ഓക്കെ, അതൊക്കെ ചെയ്ത് നോക്കണം. സോ ലുക്ക്, ഇത് കണ്ടോ, ഇത് പ്രാക്ടീസ് മോക്കിലെ ഫ്രീ ടോപ്പിക് ടെസ്റ്റ് ആണ്. ലുക്ക്, ടോപ്പിക് ടെസ്റ്റ് പ്രിലിംസ് ലെവൽ ക്വാൻസ്, റീസണിങ് അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് നോക്കുക, നമുക്ക് ഓരോ ഇതും കിട്ടും. ലുക്ക്, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാസൽസ് ഉണ്ട്, മിസലേനിയസ് ഉണ്ട്, സിലോക്സ് ഉണ്ട്, അങ്ങനെയെല്ലാം കിട്ടും. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്തിട്ട് അത് എവിടെയാണ് തെറ്റിയതെന്ന് അനാലിസിസ് ചെയ്യുക. ദെൻ പിന്നെ എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഫുൾ ലെങ്ത് മോക്കുകളിലോട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് മോക്ക് ചെയ്യാൻ ടൈം ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും സെക്ഷണൽ മോക്കെങ്കിലും ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏതാണോ വീക്ക് സെക്ഷൻ, ആ വീക്ക് സെക്ഷൻ്റെ ഒരു സെക്ഷണൽ മോക്കെങ്കിലും ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം. ടെലിഗ്രാമിൽ ഞാൻ ഒത്തിരി PDFs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ മീൻസ് ഒരു പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ളൊരു ആസ്പിരൻറ്റിന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ഇതൊക്കെ ഫ്രീ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞെങ്കിൽ ഫ്രീ PDF മീൻസ് ഗൈഡ് ആണെങ്കിലും അതുപോലെ ഓരോ സോഴ്സസിൻ്റെയും ഫ്രീ PDF അവൈലബിൾ ആണ്. ഓക്കെ, എനിക്കൊക്കെ ആദ്യത്തെ ടൈമിലൊക്കെ പസിൽസ് നല്ല രീതിയിൽ എന്താണ് ടൈം എടുക്കുമായിരുന്നു. സിമ്പിൾ പസിൽസ് പോലും അതിൻ്റെ വേരിയേഷൻസും അതുപോലെ തന്നെ പല ഇതും എടുത്ത്. സോ ആ ടൈമിലൊക്കെ ഞാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഗൈഡ്ലിയുടെ ഒക്കെ ഒരു സെറ്റ് കിട്ടും 50 പസിൽസിൻ്റെ ഒക്കെ. അതൊക്കെ ഒറ്റ സ്ട്രെച്ചുകൾ ചെയ്യുമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷനിലൊക്കെ സ്പീഡ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞിട്ട് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ടൈം വരുമ്പോൾ ഒരു 50 സിംപ്ലിഫിക്കേഷനൊക്കെ നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു 50 സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ റോങ് നമ്പർ മിസ്സിംഗ് നമ്പറും ഒക്കെ ഒരു 50 ഓക്കെ ആ ലെവലിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ബിക്കോസ് എനിക്കത് വർക്കായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എനിക്കൊരു ടൈമിൽ ഫ്ലോർ ആൻഡ് ഫ്ലാറ്റ് ബേസ്ഡ് പസിൽസ് ഒക്കെ എന്താണ് എനിക്ക് ചെയ്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ടൈം എടുക്കുമായിരുന്നു. ബട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പസിൽസൊക്കെ യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് ഒത്തിരി അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോ പസിൽ മീൻസ് ഇപ്പോൾ ഏത് ടൈപ്പാണ് അറിയത്തില്ലാത്തത്, ആ ടൈപ്പിന് വേണ്ടിയിട്ട് തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് ഉണ്ട്. ഓക്കെ, അത് കണ്ട് ആ ഒരു ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലുള്ള ഫ്രീ PDFസോ അതല്ല എങ്കിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുള്ള സോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഒരു 10 ക്വസ്റ്റ്യൻസും 10 പസിൽസും ഒക്കെ ഒരു മിനിമം ചെയ്ത് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഏരിയ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെങ്തൻ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനിയും ടൈമുണ്ട്. ഇതുവരെയും പഠിക്കാത്തവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്സ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും SBI ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. NISയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെ മോക്സ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ NISലിനും SBIക്കും സെയിം പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേപോലുള്ള പ്രിപ്പറേഷൻസ് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.